അമിത്ഷാ ഇപ്പോൾ അവിടെ എത്തി, പഹൽഗാമിലെത്തി എന്നാണ് മനസ്സിലാകുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വളരെ വേഗം അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. അമിത്ഷാ പഹൽഗാമിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം അത്. അദ്ദേഹം ആ പ്രദേശത്തേക്ക്, ഇന്നലെ ആക്രമണം നടന്ന ആ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ഇതിനുശേഷം, ഇവിടെ സന്ദർശിച്ച ശേഷമാകും അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നാണ് അറിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അമിത്ഷാ അങ്ങോട്ടേക്ക് എത്തിയ ദൃശ്യങ്ങൾ. ഈ പ്രദേശത്താണ് ഭീകരരുടെ ആക്രമണം നടക്കുകയും 28 ആളുകൾ മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി അവിടെ എത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയാണ് ഇപ്പോൾ. അമിത്ഷാ ബൈസണിലേക്ക് എത്തുന്നു. ഈ പ്രദേശത്ത് ഇന്നലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കണ്ട് മടങ്ങിയ ഈ പ്രദേശത്തേക്ക് അദ്ദേഹം എത്തുന്നു. നേരിട്ട് ഈ പ്രദേശം സന്ദർശിക്കുന്നു. സഹിത്, ആഭ്യന്തരമന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞു. ഇതിനുശേഷമായിരിക്കും ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങുക, അല്ലേ സഹിത്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പാണ് അദ്ദേഹം മരിച്ചവരുടെ ബന്ധുക്കളെ കാണുകയും അവരുമായി സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ഈ ബൈസൺ വാലിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കഴിഞ്ഞ ഒരു ദിവസമായി ശോകമുഖമാണ്. 28 മരണങ്ങളാണ് സംഭവിച്ചത്. ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ 28 മരണങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടേക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രി എത്തുന്നു. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നു. അമിത്ഷാ ബൈസണിലേക്ക് എത്തി അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയാണ്. അതിനുശേഷമാണ് സുരക്ഷാ യോഗത്തിലേക്ക് അദ്ദേഹം പോവുക. സുരക്ഷാ യോഗത്തിലടക്കം ഇവിടുത്തെ സാഹചര്യങ്ങൾ വിശദമാക്കുകയും മറ്റും ചെയ്യും. ശാന്തമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് ഭീകരർ അതിൻ്റെ ചെറിയ പഴുതുകൾ പോലും മുതലെടുത്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ശ്രീനഗറിൽ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ അവർ ഈ പറഞ്ഞ ഇവരുടെ നാടുകളിലേക്ക്, ബന്ധുക്കൾക്കൊപ്പം നാടുകളിലേക്ക് ഈ ഭൗതിക ശരീരങ്ങൾ എത്തിക്കുകയാണ്. വളരെ വേഗം അത് ചെയ്യാനുള്ള നീക്കത്തിലും ശ്രമത്തിലുമാണ് നമ്മുടെ സംവിധാനങ്ങൾ. മറുഭാഗത്ത് ആഭ്യന്തരമന്ത്രി അവിടെ എത്തി കാര്യങ്ങൾ സൂക്ഷ്മമായി നേരിട്ട് വിലയിരുത്തുകയും മറ്റും ചെയ്യുന്നു. വൈകുന്നേരം ഒരു പക്ഷേ അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തുമ്പോഴേക്കും അവിടെ യോഗം ചേരുകയും കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും മറ്റും ചെയ്യും. 28 പേർ മരിച്ച ഒരു വലിയ ദുരന്തം, അതിനുശേഷം അതിൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും മറ്റും വേണം. അതിനുള്ള ശ്രമത്തിലാണ് അദ്ദേഹമെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിയുടെ യോഗവും ഇതിന് പാരലായി ചേരുന്നുണ്ട് ഡൽഹിയിൽ. ഇന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പഹൽഗാം പൂർണ്ണമായും ഇപ്പോൾ സൈനിക വലയത്തിൽ തുടരുകയാണ്. ഇതിനിടയിൽ 3 ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നവരാണ് 28 പേരെ വെടിവെച്ച് കൊന്ന നരാധമന്മാർ, 28 പേരെ വെടിവെച്ച് കൊന്ന ആ ഭീരുക്കളായ ഭീകരവാദികൾ. സാധാരണക്കാരായ നിരായുധരായ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ 3 ഭീകരരുടെ ദൃശ്യങ്ങൾ, രേഖാചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ മരിച്ചവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചാണ് ഈ രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ 3 ഭീകരർ. സൈന്യം അല്പസമയം മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സൈത്ത്, രേഖാചിത്രം പുറത്തുവിട്ടുവെന്ന് പറയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. രഞ്ജിത്ത്, അത് തന്നെയാണ്. അതായത് ഈ തീവ്രവാദികളുടെ രേഖാചിത്രം അതിന് തയ്യാറാക്കുന്നത് ഈ
പരിക്കേറ്റവരിൽ നിന്നും മറ്റും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖാചിത്രങ്ങളാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില വീഡിയോ ഫുട്ടേജസും പരിശോധിച്ച് തയ്യാറാക്കിയ രേഖാചിത്രങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 പേരുടെ രേഖാചിത്രങ്ങളാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടിയും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നു. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. ഇവർക്ക് വേണ്ടി ഇപ്പോഴും ഈ വനമേഖലകളിൽ വലിയ പരിശോധന നടക്കുന്നു എന്നാണ്. ഇതുവരെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരെ കൃത്യമായി തന്നെ